മറ്റൊരു പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഇരുന്ന് പറയുന്നതൊന്നും അത്ര ശരിയല്ല. എന്നിരുന്നാലും കോർപ്പറേറ്റ് മുതലാളിയെ പിടിച്ച് BJP അധ്യക്ഷനാക്കിയത് അത്ര നല്ലതല്ല. ഇത് എൻ്റെ വാദമൊന്നുമല്ല, BJPയിൽ നിന്ന് പുറത്തുപോയ സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അല്ല, ഇയാൾക്ക് എന്നാ ഇവിടെ കാര്യം? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് പറയുന്ന പോലെ ഇയാൾക്ക് ഇവിടുത്തെ BJPക്കകത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാര്യം. ഇവിടെ സെക്രട്ടറി ആകുന്നു, പ്രസിഡന്റ് ആകുന്നു, അല്ലെങ്കിൽ പിന്നെ കോർ കമ്മിറ്റിയിൽ ആരൊക്കെ വരുന്നു, ഇത് അവരറിയേണ്ട കാര്യമൊന്നുമില്ലെന്നേ. പുറത്തുപോയ ഞാൻ ഓരോ അരി പെറുക്കി എടുക്കുകയാണ്. അതെ, കോൺഗ്രസ്സുകാരില് ആരൊക്കെ ഏതൊക്കെ എവിടെല്ലാം പോകുന്നു, ഇതിനകത്തൊന്നും മറ്റു പാർട്ടിക്കാർ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. CPM-നകത്ത് പിന്നെ അവിടെ സെക്രട്ടറി ഇന്നാര് വരുന്നു, ഈ സന്ദീപ് വാര്യർ കയറി കമൻറ്റ് വല്ലതും പറയുമോ? പറയത്തില്ല. പറഞ്ഞാൽ അവർ പിന്നെ ഒന്നാം തരം പൊട്ടിക്ക കൊടുക്കും, അറിയാമോ? അത് CPM-നറിയാം അതെങ്ങനെ കൊണ്ടുപോകണമെന്നും കാര്യങ്ങളും. അല്ലാതെ MV ഗോവിന്ദൻ തുടർന്നാൽ ഇന്നത് സംഭവിക്കും, MV ഗോവിന്ദനെ മാറ്റിയാൽ ഇന്നതായിരിക്കും വരുന്നതെന്നൊന്നും സന്ദീപ് വാര്യർ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ സന്ദീപ് വാര്യർ ഹുങ്ക് കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവിടെ കുറേ കാലം പിന്നെ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ, ഞാൻ അവിടെ കഴിഞ്ഞവനല്ലേ, അതുകൊണ്ട് എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്താ, എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്? ഇതൊരു പഴയ ഈ സന്ദീപ് വാര്യർ എന്തോ കാണും പ്രായം, ഒരു 40-45 വയസ്സിനകത്തൊക്കെ അല്ലേ കാണത്തുള്ളൂ. ഇവരൊക്കെ പുതിയ ഒരു തലമുറയെ നയിച്ചുകൊണ്ട് പോകേണ്ടവരല്ലേ. ഈ പഴയ രീതി ഉണ്ടല്ലോ, അത് മാറി രാഷ്ട്രീയക്കാരുടെ. അതായത് പഴയ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇത്തിരി പിന്നെ അവിടെ എവിടെയൊക്കെ പൊടിഞ്ഞ കോൺഗ്രസ്സുകാരന്മാരുടെ കാര്യമാണ്. സന്ദീപ് വാര്യരോട് നമുക്ക് ചോദിക്കാം, കോൺഗ്രസിന്റെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് സന്ദീപ് വാര്യർക്കുള്ളത്? പണ്ട് കാലത്ത് ഈ കുറേ എണ്ണങ്ങളുണ്ട് രാഷ്ട്രീയക്കാർ കക്ഷത്തിൽ ഒരു ഡയറി എടുക്കി വെച്ചുകൊണ്ടിങ്ങനെ ഇറങ്ങും. ഇതാണ് അവൻ്റെ ഏറ്റവും വലിയതെന്ന് പറയും. ആ കാലം മാറി. ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേർ നോക്കുന്നത് അവൻ്റെ ആ ഒരു നിലവാരം, അവൻ്റെ പ്രൊഫൈൽ, ഹൈടെക്ക്. ഇപ്പോൾ ശശി തരൂരിനെ യുവതലമുറയും ഒക്കെ പിടിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വേറൊരു തരത്തിലാണ്. ഹൈലി അക്കാഡമിക് കാര്യങ്ങളിൽ വളരെ മുകളിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ മാത്യു കുഴൽനാടൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗ രീതിയും സ്റ്റൈലും ഒക്കെ. അതുപോലെ തന്നെ പലയിടങ്ങളിലും BJPയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറും അത്തരത്തിലുള്ളതാണ്. 60 വയസ്സ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു നല്ല ഒരു വ്യവസായിയാണ്. അതിനോടൊപ്പം IT മേഖലയിലെ ഒരു വിദഗ്ധനായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഇങ്ങോട്ട് നേരിട്ട് ഇറക്കിയിരിക്കുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവർ ചുമ്മാ ആരെയെങ്കിലും എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്ത് വെക്കത്തില്ല. അത് ഈ സന്ദീപ് വാര്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? സന്ദീപ് വാര്യരും നേരാവണ്ണം BJPയെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകേണ്ട ഗതികേടുണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ശക്തമായ ഒരു കേഡർ സംവിധാനത്തിലൂടെ പോകുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന ഘടകത്തിൻ്റെ അമരക്കാരൻ ആരായിരിക്കണം എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര നേതൃത്വം വെറുതെ ഇങ്ങനെ കറക്കിക്കുത്തിയതൊന്നും അല്ല. അത് അവര് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി. ഈ ഒരു അഭിപ്രായം മാത്രമല്ല സന്ദീപ് വാര്യർ പറയുന്നത്, ഒരു കുത്തിത്തിരിപ്പും കൂടെ ഉണ്ട്. ശോഭാ സുരേന്ദ്രനായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നുള്ളൊരു രീതിയിലുള്ള സംസാരം. ഏഷ്യാനെറ്റ് ശബരിമല വിഷയത്തിൽ, അതായത് ശബരിമല വിഷയവുമായിട്ട് ചേർന്ന് CPM പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുകയായിരുന്നു. അന്ന് ഈ പറയുന്ന ആളായിരുന്നല്ലോ ഏഷ്യാനെറ്റിൽ മെയിൻ ഇതിലുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു BJPയിൽ ഒരു കുത്തിത്തിരിപ്പ് വർത്താനം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി ഈ BJPയിലുള്ള പ്രധാന നേതാക്കന്മാരെല്ലാം ഒരു വിഭിന്നത അല്ലെ അവരുടെ ഇടയിൽ ഈ നമ്മൾ ആദ്യം പറയുമ്പോൾ ഒന്ന് ചിലപ്പം മനസ്സിലാക്കിയെന്ന് വിചാരിച്ചു, ഒന്നും കൂടി കേൾക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും കയറി കൊണ്ടാലോ എന്ന് കരുതി സന്ദീപ് വാര്യർ മാക്സിമം അവിടെ കിടന്നു എന്താ പറയുന്നത് കുഴഞ്ഞ് മറിഞ്ഞ് എന്തൊക്കെ സന്ദീപിന് കിട്ടുന്ന ചാൻസുകളൊക്കെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പരവേശമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശ വിഷയം നടക്കുമ്പോൾ സന്ദീപ് വാര്യർ ഇവിടെ BJPയിൽ ഉണ്ടായിരുന്നല്ലോ. അന്നെന്താ പറയാൻ ഈ വിവരങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖരനാണ് ഏഷ്യാനെറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന അവർക്ക് ജേർണലിസ്റ്റുകൾക്ക്
അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരവരുടേതായ രീതിയിൽ, സ്വാതന്ത്ര്യം. അല്ലാതെ അതിലൊന്നും രാജീവ് ചന്ദ്രശേഖർ കൈ കടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നതല്ല, എന്ത് കാര്യത്തിനാണ് ഇയാൾക്ക് ഇത് പറയേണ്ട കാര്യം? ഇയാൾ ഇട്ടെറിഞ്ഞിട്ട് പോയതാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ആ പ്രസ്ഥാനവുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ല, ഇറങ്ങിപ്പോയതാണ്. പിന്നെന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? ഇവിടെ വെച്ച പിന്നെ കറിക്ക് ഉപ്പ് പോരാ, അത് വേണ്ട, ഇത് വേണ്ട എന്നൊന്നും പറയേണ്ട കാര്യമില്ല അയാൾക്ക്. ഇവിടെ ശോഭാ സുരേന്ദ്രൻ വരും പോകും, എന്ത് കാര്യത്തിനാണ് അഭിപ്രായം പറയുന്നത്? ശോഭാ സുരേന്ദ്രന് മെരിറ്റുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചു. വളരെ പിന്നെ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന സമയം എത്തുമ്പോഴേക്കാണ് കേന്ദ്ര നേതൃത്വം ഇറക്കി വിടുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, രാജീവ് ചന്ദ്രശേഖരനെ ഒരു വർഷത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് ഇറക്കിയിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ MP ആയി രാജീവ് ചന്ദ്രശേഖർ ഇരുന്നേനെ. പക്ഷെ വൈകിപ്പോയി, അവിടെയാണ് കുഴപ്പം പറ്റിയത്. പക്ഷെ വൈകിയെങ്കിലും അത് വേണ്ട തരത്തിൽ കയ്യിലെടുക്കാനായിട്ട് രാജീവിന് കഴിഞ്ഞു. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലെ വോട്ടുകൾ മുഴുവൻ പിടിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും BJP മുമ്പിൽ നിൽക്കുകയാണ്. ഈ പിന്നെ രാജീവ് ചന്ദ്രശേഖറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തൊരു വെപ്രാളം പിടിക്കുകയാണ്. മാത്രമല്ല, BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. മാധ്യമങ്ങളിൽ അതൊരു വലിയ ചർച്ചയും വാർത്തയുമായിട്ടാണ് വന്നത്. പണ്ട് കാലങ്ങളിൽ BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്താലോ മറ്റൊന്നും BJPയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും ഒരു ചർച്ചാ വിഷയമല്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഫലമായിട്ട് കേരളത്തിൽ BJP സ്ഥാനം പിടിച്ചതിന് ശേഷം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് BJP എത്തിച്ചേർന്നു. ഇതൊക്കെ സന്ദീപ് വാര്യരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ ചർച്ച തന്നെ BJP അധ്യക്ഷൻ ആര് എന്നുള്ള ചോദ്യത്തിനായിരുന്നു. ഇതൊരു വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഇല്ല, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഉള്ളത്. സാറിന് എന്ത് തോന്നുന്നു? അല്ല, ഇതിപ്പം വലിയ വാർത്തയായത് ഈ അടുത്ത കാലത്താണെന്ന് പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് വാർത്തയായത്? ഒന്ന്, 2014 മുതൽ തുടർച്ചയായി 3-ാം തവണയും BJP രാജ്യം ഭരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് BJP. ആ BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ, കേരള സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വരുന്നത് തീർച്ചയായിട്ടും വാർത്തയാണ്. 2, BJP കേരളത്തിൽ വലിയ സ്പേസ് ഉണ്ടാക്കാൻ പോകുന്നു, നിർണായക ശക്തിയായി മാറുന്നു. വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകാൻ പോകുന്നു, ഭാവിയിൽ CPM-ഉം ഇല്ലാതാകാൻ പോകുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ വാർത്തയാണ്. അതെ, കോൺഗ്രസ്സിൽ സന്ദീപിന് ചെന്നപ്പോൾ തോന്നിക്കാണും കുത്തിത്തിരിപ്പുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാന്ന്. പക്ഷെ അതേ സമയത്ത് BJP ഇപ്പോൾ ശോഭയോടായാലും K. സുരേന്ദ്രനോടാണെങ്കിലും മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പറയുന്നതും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും. അല്ലാതെ അവിടെ ഒരു കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റൊരാൾക്ക് കയറാനുള്ള സ്പേസോ BJP ഇട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഇത് നേരെ കോൺഗ്രസിൽ ഇത് ഉള്ളത് കൊണ്ട് സന്ദീപ് ഒന്ന് ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങൾ കേരളത്തിൽ ഫലിക്കാതെ പോയിട്ടില്ല, ഫലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപി സ്വയം പ്രഖ്യാപനം നടത്തി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി മാറി. അന്ന് സംസ്ഥാന ഘടകത്തിനൊക്കെ വലിയൊരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. ആ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി നിന്ന് പ്രവർത്തിച്ചു. മോദി എത്ര വട്ടം വന്നു? അമിത്ഷായും പലവട്ടം വന്നില്ലേ? അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അല്ലാതെ ഇവിടുത്തെ ഈ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയം കൈമുതലാക്കി വെച്ചുകൊണ്ട് നടക്കുന്നവരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്യും. സന്ദീപ് വാര്യർ പോകാൻ പറ, സന്ദീപ് വാര്യരിനെ ഇറക്കി വിട്ടതല്ലേ, ഇനി പിന്നെയും കിടന്ന് ഇതിനകത്ത് കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.